പാമ്പാടി നെഹ്റു കോളേജ് ചെയർമാൻ പി കൃഷ്ണദാസ് ഉൾപ്പെടെ 5 പേരെ റൂറൽ SP വിജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തു. ലക്കിടി കോളേജിലെ വിദ്യാർത്ഥിയെ മർദ്ദിച്ച കേസിലാണ് നടപടി. കൃഷ്ണദാസിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ചൊവ്വാഴ്ച പരിഗണിക്കും. ലക്കിടി ലോ കോളേജ് വിദ്യാർത്ഥി ഷഹീർ ഷൌക്കത്ത് നേരിടേണ്ടി വന്നത് ജിഷ്ണു അനുഭവിച്ചതിന് സമാനമായ ക്രൂരപീഡനങ്ങൾ. കോളേജിനെതിരെ പരാതിപ്പെട്ടാൽ റാഗിംഗ് കേസിൽ ഉൾപ്പെടുത്തി ജയിലിലടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി ഷഹീർ ഷൌക്കത്ത്. സംസ്ഥാനത്ത് ഈ വർഷം പവർ കട്ട് ഉണ്ടാകില്ലെന്ന് വൈദ്യുതി മന്ത്രി M മണി. കേരളത്തിൽ മുടങ്ങിക്കിടക്കുന്ന വൈദ്യുതി പദ്ധതികൾ പുനരാരംഭിക്കുന്നതിന് മുൻഗണന നൽകുമെന്നും മന്ത്രി. നമസ്കാരം, ഗ്രാമവാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. ലക്കിടി ലോ കോളേജിലെ 2ാം വർഷ നിയമ വിദ്യാർത്ഥി ഷഹീർ ഷൌക്കത്ത് പാമ്പാടി നെഹ്റു കോളേജിലെ ഇടിമുറിയിൽ കൊണ്ടുവന്ന് മർദ്ദിച്ച കേസിൽ നെഹ്റു കോളേജ് ചെയർമാൻ പി കൃഷ്ണദാസ് ഉൾപ്പെടെ 5 പേരെ ജില്ലാ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. ലക്കിടി കോളേജിലെ ലീഗൽ അഡ്വൈസർ സുചിത്ര, PRO വത്സകുമാർ, പാമ്പാടി കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ സുകുമാരൻ, കായികാധ്യാപകൻ ഗോവിന്ദൻകുട്ടി എന്നിവരാണ് അറസ്റ്റിലായ മറ്റു പ്രതികൾ. കേസിലെ 2ാം പ്രതി സഞ്ജിത് വിശ്വനാഥൻ, 4ാം പ്രതി ശ്രീനിവാസൻ എന്നിവർ പിടിയിലാകാനുണ്ട്. അറസ്റ്റ് ചെയ്ത പ്രതികളെ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന തൃശൂർ റൂറൽ SP N വിജയകുമാറിന്റെ നേതൃത്വത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു. ജനുവരി 3-നാണ് ഷഹീർ ഷൌക്കത്ത് ലക്കിടി ലോ കോളേജിൽ നിന്ന് പാമ്പാടി നെഹ്റു കോളേജിലേക്ക് വാഹനത്തിൽ കയറ്റിക്കൊണ്ടുവന്ന് കോളേജിലെ ഇടിമുറിയിൽ വെച്ച് മർദ്ദിച്ചത്. ലക്കിടി കോളേജ് അധികൃതരുടെ നിയമവിരുദ്ധമായ പണം പിരിക്കൽ, വിദ്യാർത്ഥികൾ നേരിടുന്ന പീഡനം, അമിതമായ ഫൈൻ ചുമത്തൽ തുടങ്ങിയ അന്യായ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഷഹീർ ഷൌക്കത്ത് 2016 ഒക്ടോബർ 1-ന് മുഖ്യമന്ത്രിയുടെ സുതാര്യ കേരളത്തിൽ പരാതി അയച്ചിരുന്നു. ഇതേ തുടർന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോളേജിൽ അന്വേഷണം നടത്തുകയും ഇതിന്റെ പ്രതികാരമായാണ് ഷഹീർ ഷൌക്കത്ത് പാമ്പാടി നെഹ്റു കോളേജിൽ കൊണ്ടുവന്ന മർദ്ദനത്തിന് ഇരയാക്കിയത്. കോളേജിൽ 5 പേരെ റാഗ് ചെയ്തുവെന്ന് ബലമായി എഴുതി വാങ്ങിയാണ് ചെയർമാൻ കൃഷ്ണദാസിന്റെ ഓഫീസിൽ വെച്ചും ഇടിമുറിയിൽ കൊണ്ടുപോയും പ്രതികൾ മാനസികമായി പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്തത്. മാനസികമായി തകർന്ന ഷഹീർ ഷൌക്കത്ത് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയും ഇതേക്കുറിച്ച് സുഹൃത്തുക്കൾക്ക് വാട്സാപ്പിൽ സന്ദേശം അയക്കുകയും ചെയ്തു. തുടർന്ന് സുഹൃത്തുക്കളുടെയും രക്ഷിതാക്കളുടെയും നിർദ്ദേശപ്രകാരം ഫെബ്രുവരി 27-ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയായിരുന്നു. ഇതേ തുടർന്ന് പഴയന്നൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറുകയുമായിരുന്നു. ഡിവൈഎസ്പി ഫ്രാൻസിസ് ഷെൽബിയുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം നടത്തിയത്. ഇതേ തുടർന്നാണ് തിങ്കളാഴ്ച ഉച്ചയോടെ പ്രതികളെ അറസ്റ്റ് ചെയ്തത്. 1ാം പ്രതി പി കൃഷ്ണദാസിനെ പാലക്കാട് PK ദാസ് ആശുപത്രിയിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. തട്ടിക്കൊണ്ടുപോകൽ, ബലമായി തടവിലാക്കി പീഡിപ്പിക്കൽ, ക്രൂരമായ മർദ്ദനം, മാനസികമായി പീഡിപ്പിക്കൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. TCV ന്യൂസ്, എരുമപ്പെട്ടി. നെഹ്റു ഗ്രൂപ്പിന്റെ ലക്കിടി ലോ കോളേജിലെ വിദ്യാർത്ഥി ഷൌക്കത്ത് മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ ചെയർമാൻ പി കൃഷ്ണദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. ജാമ്യഹർജി പരിഗണിച്ച ഹൈക്കോടതി കേസിലെ നിജസ്ഥിതി വെളിപ്പെടുത്താൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇതേസമയം കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്ത പോലീസിനെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. കേസിൽ പോലീസ് പുതിയ വകുപ്പുകൾ എഴുതി ചേർത്തത് ദുരുദ്ദേശപരമാണെന്നും കോടതി നിരീക്ഷിച്ചു. വകുപ്പ് ചേർത്തത് വ്യാജമാണെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ സർവീസിൽ ഉണ്ടാകില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പരാതിയിലില്ലാത്ത കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഉന്നയിച്ചതായും കോടതി പറഞ്ഞു. കോടതിയെ വിഡ്ഢിയാക്കുന്ന പോലീസിനെ എന്തു ചെയ്യണമെന്നറിയാം. ഇതാണ് പോലീസിന്റെ നടപടിയെങ്കിൽ പ്രത്യാഘാതമുണ്ടാകുമെന്നും കോടതി പറഞ്ഞു. പ്രതിയെ അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണങ്ങളെക്കുറിച്ച് വ്യക്തമായ റിപ്പോർട്ട് ചൊവ്വാഴ്ച കോടതിയിൽ സമർപ്പിക്കണമെന്നും നിർദ്ദേശിച്ചുകൊണ്ടാണ് ജാമ്യാപേക്ഷ മാറ്റിയത്. ലക്കിടി ലോ കോളേജ് വിദ്യാർത്ഥി ഷഹീർ ഷൌക്കത്ത് നേരിടേണ്ടി വന്നത് ജിഷ്ണു അനുഭവിച്ചതിന് സമാനമായ ക്രൂരപീഡനങ്ങൾ. നെഹ്റു ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ലക്കിടി ലോ കോളേജ് അധികൃതരുടെ വഴിവിട്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന്റെ പ്രതികാരമായി ഷഹീർ ഷൌക്കത്ത് പാമ്പാടി നെഹ്റു കോളേജിൽ കൊണ്ടുവന്ന് ക്രൂരമായ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. ലക്കിടി കോളേജിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടുവന്നാണ് പാമ്പാടി കോളേജ് ചെയർമാൻ പി കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചത്. ഞാനൊരു 5-6 പ്രാവശ്യം ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും ചെയർമാന് മോത്തുകൻ കുത്തി. അതിപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മോത്തുക്ക് ഇടിച്ചു. അതേപോലെ മുട്ടുകാല് കൊണ്ട് അടിവയറ്റിക്കും ചവിട്ടി, അടിവയറ്റിൽ മർമ്മത്തിക്ക് ചവിട്ടി. അത് കഴിഞ്ഞ് ഞാൻ താഴെ വീണപ്പോൾ തലയ്ക്ക് ചവിട്ടി. അത് കഴിഞ്ഞ് ഈ ഗോവിന്ദൻകുട്ടി പറഞ്ഞ ആൾ എന്നെ കോളറിൽ പൊക്കിയിട്ടൊരു ടേബിൾ കിട്ടു. അപ്പോൾ കൃഷ്ണദാസ് പറഞ്ഞു ഇനി അവൻ എഴുതി തന്നോളും, ഇനി ഇല്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി പറഞ്ഞിട്ട് കൃഷ്ണദാസ് പുറത്തേക്ക് പോയി. അങ്ങനെ പുറത്തേക്ക് പോയിട്ട് ഞാൻ പിന്നെ എനിക്ക് മനസ്സിലായി ജീവനോടെ അവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ എന്തായാലും എഴുതി കൊടുക്കേണ്ടി വരുന്നുള്ളതുകൊണ്ട് ഞാനൊക്കെ എഴുതി കൊടുത്തു. കോളേജിലെ വിദ്യാർത്ഥികളെ റാഗ് ചെയ്തുവെന്ന് ഭീഷണിപ്പെടുത്തി എഴുതി വാങ്ങിയതിനു ശേഷമാണ് ഓഫീസ് റൂമിലും ഇടിമുറിയിലും കയറ്റി മർദ്ദിച്ചത്. തലക്കിടിക്കുകയും നാഭിക്ക് ചവിട്ടുകയും ചെയ്തിട്ടുണ്ട്. കോളേജിനെതിരെ പരാതിപ്പെടുമോ എന്ന് ചോദിച്ചാണ് ക്രൂരമായി മർദ്ദിച്ചത്.
പരാതിപ്പെട്ടാൽ റാഗിംഗ് കേസിൽ ഉൾപ്പെടുത്തി ജയിലിൽ അടയ്ക്കുമെന്നും പരീക്ഷ എഴുതാൻ അനുവദിക്കുകയില്ല എന്നും ഭീഷണിപ്പെടുത്തിയതായി ഷഹീർ ഷൗക്കത്തിലെ നൽകിയ പരാതിയിൽ പറയുന്നു. ഞാൻ എഴുതത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ജിഷ്ണു പ്രണോയ് കേസിൽ എന്തൊക്കെ നടന്നോ, ജിഷ്ണു പ്രണോയ് എങ്ങനെ ഹരാസ് ചെയ്തു, അതുപോലെ ഇവിടെ മെൻ്റൽ ടോർച്ചർ നടന്നിരിക്കുകയാണ്. നീ എഴുതത്തില്ലേടാ എന്ന് പറഞ്ഞിട്ട് എടുത്ത് അവനെ നെറ്റിക്ക് ഒരു ഇടിയും, അത് കഴിഞ്ഞിട്ട് 2 ഷോൾഡറും പിടിച്ചിട്ട് നാഭിക്ക് ഒരു ചവിട്ടും, പിന്നെ കാലുകൊണ്ട് തലയ്ക്ക് ചവിട്ടുകയും ചെയ്തു. ഇതെല്ലാം ചെയ്ത 1-ാം പ്രതി കൃഷ്ണകുമാറാണ്. ബാക്കി പ്രതികൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ആ ഇടിമുറി എന്ന് പറഞ്ഞാൽ മുറിക്കകത്ത് തന്നെയായിരുന്നു ഈ സംഭവം. കൃഷ്ണദാസിൻ്റെ റൂമിൽ നിന്നും ഇടിമുറിയിലേക്ക് കൊണ്ടുപോയി. ഇടിമുറി എന്ന് പറഞ്ഞാൽ മറ്റേ ബോർഡ് റൂം, സഞ്ജിത്ത് റൂം, ആ റൂമിൽ കൊണ്ടുപോയി അവിടെ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. മാനസികമായി തകർന്ന ഷഹീർ ഷൗക്കത്ത് അലി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ഈ വിവരം വാട്സാപ്പിലൂടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുകയുമായിരുന്നു. സുഹൃത്തുക്കളുടെ സംയോജിതമായ ഇടപെടലാണ് ഷഹീർ ഷൗക്കത്ത് അലിയുടെ ജീവൻ നിലനിർത്തിയത്. അല്ലെങ്കിൽ ജിഷ്ണുവിനെ പോലെ ഷഹീർ ഷൗക്കത്തും കോളേജ് അധികൃതരുടെ ക്രൂരപീഡനത്തിന്റെ രക്തസാക്ഷിയാകുമായിരുന്നു. പാമ്പാടി നെഹ്റു കോളേജിലെ വിദ്യാർത്ഥി ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികളെ കാണാൻ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ എത്തിയത് 100 കണക്കിന് ജനങ്ങൾ. രഹസ്യമായി ചോദ്യം ചെയ്യുന്നതിനു വേണ്ടിയാണ് പ്രതികളെ തൃശൂർ റൂറൽ പരിധിയിലെ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. പ്രതികളുടെ ദൃശ്യങ്ങൾ പകർത്താൻ TCV ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ എത്തിയതോടെയാണ് ജനങ്ങൾ വിവരമറിഞ്ഞത്. സാറ്റലൈറ്റ് ചാനലുകളുടെ ലൈവ് വാഹനങ്ങൾ കൂടി എത്തിയതോടെ ജനങ്ങൾ കൂട്ടത്തോടെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒഴുകുകയായിരുന്നു. പ്രതികളെ കാണാൻ തിങ്കളാഴ്ച മുതൽ പോലീസ് സ്റ്റേഷനിൽ തടിച്ചുകൂടിയ ജനങ്ങളെ പലപ്പോഴും പോലീസ് ബലമായി പുറത്താക്കിയെങ്കിലും പിരിഞ്ഞു പോകുവാൻ ആരും തയ്യാറായില്ല. ഏറെ വൈകിട്ടും പ്രതികളെ കണ്ടതിന് ശേഷമാണ് ജനങ്ങൾ പിരിഞ്ഞുപോയത്. സംസ്ഥാനത്ത് ഈ വർഷം പവർ കട്ട് ഉണ്ടാകില്ലെന്ന് വൈദ്യുതി മന്ത്രി MM മണി പറഞ്ഞു. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ സമ്പൂർണ്ണ വൈദ്യുതീകരണ പ്രഖ്യാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം ഊർജ്ജ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 75% വൈദ്യുതി പണം കൊടുത്ത് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ വൈദ്യുതി വാങ്ങേണ്ടി വന്നാലും പവർ കട്ട് ഏർപ്പെടുത്തി കേരളത്തിലുള്ളവരെ ബുദ്ധിമുട്ടിക്കുവാൻ ഈ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്നും മന്ത്രി പറഞ്ഞു. KV അബ്ദുൽ ഖാദർ MLA അധ്യക്ഷനായി 704 പേർക്കാണ് പദ്ധതിയിൽ കണക്ഷൻ നൽകിയത്. സമ്പൂർണ്ണമായി വൈദ്യുതീകരിക്കുന്നതിനായി 37 ലക്ഷം രൂപ ചെലവിട്ടു. ഇതിൽ പകുതി വിഹിതം MLAയുടെ വികസന ഫണ്ടാണ്. ശേഷിക്കുന്ന പകുതി KSEB വഹിച്ചു. നഗരസഭ അധ്യക്ഷരായ പ്രൊഫസർ PK ശാന്തകുമാരി, NK അക്ബർ, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ AD ദനീബ്, മറിയു മുസ്തഫ, KJ ചാക്കോ, PM മുജീബ്, KV അശോകൻ, RP ബഷീർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. ഗ്രാമവാർത്തകൾ തുടരുന്നു. കേരളത്തിൽ മുടങ്ങിക്കിടക്കുന്ന വൈദ്യുതി പദ്ധതികൾ പുനരാരംഭിക്കുന്നതിന് മുൻഗണന നൽകുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണി പറഞ്ഞു. മണലൂർ നിയോജക മണ്ഡലത്തിലെ സമ്പൂർണ്ണ വൈദ്യുതീകരണ പ്രഖ്യാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആവശ്യത്തിന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വ്യവസായം, കൃഷി തുടങ്ങി എല്ലാ മേഖലകളും തകരുമെന്നും MM മണി കൂട്ടിച്ചേർത്തു. മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ, ഗുരുവായൂർ നഗരസഭാ അധ്യക്ഷ പ്രൊഫസർ PK ശാന്തകുമാരി, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PC ശ്രീദേവി, മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് AK ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. 32-കാരിയായ യുവതിയെ വിവാഹം കഴിക്കാമെന്ന് പ്രലോഭിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോയി തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് പീഡിപ്പിച്ച കേസിൽ യുവാവിനെ കൊടകര CI K സുമേഷും സംഘവും ചേർന്ന് പിടികൂടി. തിരൂരങ്ങാടി കുണ്ടൂർ കൊന്നക്കൽ വീട്ടിൽ മുഹമ്മദ് ഷാഫിയാണ് അറസ്റ്റിലായത്. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കോടാലിയിലുള്ള 32-കാരിയുമായി ഫോണിൽ പരിചയപ്പെട്ട ഇയാൾ പ്രണയം നടിക്കുകയും KSFEയിൽ ഓഡിറ്ററാണെന്ന് വിശ്വസിപ്പിക്കുകയും ചെയ്തു. വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകിയതിനെ തുടർന്ന് യുവതി ഇയാളോടൊപ്പം വീട് വിട്ടിറങ്ങി പോവുകയായിരുന്നു. തൃശൂർ ബസ് സ്റ്റാൻഡിൽ കാത്തുനിന്ന ഇയാൾ യുവതിയെ കൂട്ടി പഴനി, മധുര, കോയമ്പത്തൂർ, ഏർവാടി തുടങ്ങിയ സ്ഥലങ്ങളിൽ കറങ്ങിയ ശേഷം പാലക്കാട്ടെത്തി അവിടെയുള്ള ബ്യൂട്ടി പാർലറിൽ ഫേഷ്യൽ നടത്താനായി യുവതിയെ ഇരുത്തിയ ശേഷം മുങ്ങുകയായിരുന്നു. യുവതിയുടെ പക്കലുണ്ടായിരുന്ന 80,000-ഓളം രൂപയും ഇയാൾ തട്ടിയെടുത്തു. ഹോട്ടലിൽ പാചകക്കാരനായി ജോലി ചെയ്യുന്ന മുഹമ്മദ് ഷാഫി 2 വിവാഹം കഴിച്ചിട്ടുള്ള വ്യക്തിയാണെന്ന് CI K സുമേഷ് പറഞ്ഞു. കോടാലിൽ നിന്നും കാണാതായ പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി KSFEയിൽ ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് മലപ്പുറം ജില്ലയിലുള്ള മുഹമ്മദ് ഷാഫി എന്ന് പറഞ്ഞ ആൾ പ്രലോഭിപ്പിച്ച് ഇവിടുന്ന് കൊണ്ടുപോവുകയും പഴനി, മധുര, ഏർവാടി, കോയമ്പത്തൂർ, പാലക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ലൈംഗികമായി അവർ ഉപയോഗിച്ച് കല്യാണം കഴിക്കാതെ കയ്യിലുണ്ടായിരുന്ന 80,000 രൂപയും വാങ്ങി പാലക്കാട് ഒരു ബ്യൂട്ടി പാർലറിൽ ആ കുട്ടിയെ ഇറക്കി വിട്ട് ശേഷം അവിടെ നിന്ന് മുങ്ങിപ്പോയ പ്രതിയെ ഞങ്ങൾ മഞ്ചേരിയിൽ നിന്നും വളരെ കഷ്ടപ്പെട്ടാണെങ്കിലും ഞങ്ങൾ അറസ്റ്റ് ചെയ്തു. ഭാര്യയെ ഉപേക്ഷിച്ചാണ് രണ്ടാമത് വിവാഹം കഴിച്ചത്. അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി.
കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വലപ്പാട്, നാട്ടിക, തളിക്കുളം ഗ്രാമപഞ്ചായത്തുകളിൽപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ, അനുബന്ധ തൊഴിലാളികൾ, അവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ മുഴുവൻ തീരദേശവാസികൾക്കും ക്യാമ്പിൽ പങ്കെടുക്കാം. CN ജയദേവൻ MP ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഗീതാ ഗോപി MLA അധ്യക്ഷയാകും. VB വിജയൻ, KG രാമദാസ്, PD ലോഹിതാക്ഷൻ, നളിനി മേനോൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ സമ്പൂർണ്ണ വൈദ്യുതീകരണ പ്രഖ്യാപനം ബുധനാഴ്ച നടക്കുമെന്ന് പ്രൊഫസർ KU അരുണൻ MLA അറിയിച്ചു. MLA ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ വൈദ്യുതീകരണത്തിനായി ചെലവഴിച്ചിട്ടുണ്ട്. 614 ഉപഭോക്താക്കൾക്കാണ് വൈദ്യുതി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വൈദ്യുതി നൽകിയിട്ടുള്ളത്. ഇതിൽ 268 കുടുംബാംഗങ്ങൾ പട്ടികജാതി വിഭാഗത്തിലും 346 കുടുംബങ്ങൾ പൊതുവിഭാഗത്തിലും ഉൾപ്പെട്ടവരാണ്. 4 അംഗൻവാടികൾക്കും വൈദ്യുതി കണക്ഷൻ നൽകിയിട്ടുണ്ട്. വൈദ്യുതി ബോർഡ് ജീവനക്കാരുടെ സഹായത്തോടെയാണ് നിർധനരായവരുടെ വീടുകളിൽ വയറിംഗ് പൂർത്തീകരിച്ചതെന്നും MLA പറഞ്ഞു. വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരായ N നാരായണൻ, ജയചന്ദ്രൻ, ഷീജ ജോസ്, ടോണി ഫ്രാൻസിസ് തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. TSDA ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന 19ാമത് അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിൽ ഇന്ത്യൻ ആർമിയും തിരുവനന്തപുരം സായി KSBയും ജേതാക്കൾ. ഞായറാഴ്ച 5 സെറ്റ് നീണ്ട ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യൻ കസ്റ്റംസിനെ 2-നെതിരെ 3 സെറ്റുകൾക്ക് തകർത്ത ഇന്ത്യൻ ആർമി പുരുഷ വിഭാഗം ജേതാക്കളായി. തിരുവനന്തപുരം സായി KSBയാണ് വനിതാ വിഭാഗം ജേതാക്കൾ. ഫൈനലിൽ കേരള പോലീസിനെ 1-നെതിരെ 3 സെറ്റുകൾക്ക് തകർത്താണ് സായി KSB വനിതാ വിഭാഗം ചാമ്പ്യന്മാരായത്. മന്ത്രി VS സുനിൽകുമാർ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വിദ്യാർത്ഥികൾ നടത്തിയ സമരം പിൻവലിച്ചു. മാനേജ്മെന്റും വിദ്യാർത്ഥി പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. കോളേജിലെ 3ാം വർഷ ഫംഗ്ഷണൽ ഇംഗ്ലീഷ് വിദ്യാർത്ഥിയും വടക്കാഞ്ചേരി സ്വദേശിയുമായ ഡെൻസൺ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിനെ തുടർന്നാണ് സമരം നടത്തിയിരുന്നത്. ഡെൻസന്റെ അമ്മയോട് അപമര്യാദയെ പെരുമാറിയ അധ്യാപകനെ ഹോസ്റ്റൽ വാർഡൻ സ്ഥാനത്തുനിന്ന് മാറ്റുവാൻ തീരുമാനമായി. കൂടാതെ ഡെൻസന് പരീക്ഷ എഴുതാനുള്ള എല്ലാ സഹായവും കോളേജിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. കൊടുങ്ങല്ലൂർ അഴീക്കോട് കൊട്ടിക്കൽ രംഗചേതന സംഘടിപ്പിക്കുന്ന 28ാമത് അഖില കേരള ഫുട്ബോൾ ഫെസ്റ്റിവലിന്റെ മുന്നോടിയായി വാഹന പ്രചാരണ റാലി നടത്തി. കൊടുങ്ങല്ലൂർ SI ER ബൈജു ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് CV പ്രവീദ് അധ്യക്ഷനായി. ഷായി അയ്യാരിൽ, KK അനിൽകുമാർ, നിസാർ കൊട്ടിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. നവീകരിച്ച ചാടൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഗീതാ ഗോപി MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാത അരവിന്ദാക്ഷൻ അധ്യക്ഷയായി. കളക്ടർ A കൗശികൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PC ശ്രീദേവി തുടങ്ങിയവർ ചടങ്ങിൽ മുഖ്യാതിഥികളായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ബിജു, പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങൾ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബജറ്റ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിജു വാഴക്കാല അവതരിപ്പിച്ചു. 28,81,81,770 രൂപ വരവും 27,95,63,500 രൂപ ചെലവും 18,18,270 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. കൃഷി, ജലസേചനം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന ബജറ്റിൽ ഇതിനായി 50 ലക്ഷം രൂപ നീക്കിവച്ചിട്ടുണ്ട്. തരിശുരഹിത കൃഷിയിടം എന്ന പദ്ധതിക്കാണ് ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നതെന്ന് വൈസ് പ്രസിഡന്റ് പറഞ്ഞു. വിനോദസഞ്ചാര മേഖലയ്ക്കും ഗ്രീൻ ആതിരപ്പള്ളിക്കും 25 ലക്ഷം രൂപ വീതം നീക്കിവച്ചു. പശ്ചാത്തല മേഖലയ്ക്ക് 1 കോടിയും ചാലക്കുടി പുഴ നീർത്തട സംരക്ഷണത്തിന് 50 ലക്ഷവും വകയിരുത്തി. പ്രസിഡന്റ് KK ഷീജു അധ്യക്ഷനായി. പുത്തൻപീടിക കാരുണ്യ വെൽഫെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പുത്തൻപീടികയിൽ ജൻ ഔഷധി കേന്ദ്രം മെഡിക്കൽ ഷോപ്പ് ആരംഭിച്ചു. ഗീതാ ഗോപി MLA ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി പ്രസിഡന്റ് TV രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി. അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ ആദ്യ വിൽപ്പന നിർവഹിച്ചു. താന്യം ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ CP ജോസ്, സുജാത അരവിന്ദാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. ചെറുതുരുത്തി കോഴിമാംപറമ്പ് പൂരത്തിനോടനുബന്ധിച്ച് താഴപ്ര വെട്ടിക്കാട്ടിരി ദേശക്കാരുടെ എഴുന്നള്ളിപ്പ് തടഞ്ഞവരെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനു മുന്നിൽ ധർണ നടത്തി. പട്ടികജാതി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി സർജു തോയക്കാവ് ഉദ്ഘാടനം ചെയ്തു. വള്ളത്തോൾ നഗർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PR രാജ്കുമാർ അധ്യക്ഷനായി. K സജിരാജ്, G രാജഗോപാൽ, മനോജ് മുണ്ടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ പഞ്ചായത്തിൽ 1ാം വാർഡ് തോന്നല്ലൂർ പാടശേഖരത്തിൽ നെൽവയൽ നികത്തുന്നതിനെതിരെ BJP കൊടിനാട്ടി പ്രതിഷേധിച്ചു. പാടശേഖരത്തിലെ 1/2 ഏക്കറിലധികം വരുന്ന നെൽവയലാണ് മണ്ണിട്ട് നികത്തുന്നതിനായി
സ്വകാര്യ വ്യക്തി കമ്പിവേലി കെട്ടി തിരിച്ചിരിക്കുന്നത്. വേലൂർ പഞ്ചായത്തിൽ ഇത്തരത്തിൽ നെൽവയൽ നികത്തുന്നത് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ബി.ജെ.പി. വേലൂർ പഞ്ചായത്ത് കമ്മിറ്റിയും 1-ാം വാർഡ് കമ്മിറ്റിയും സംയുക്തമായാണ് തോന്നല്ലൂർ പാടശേഖരത്തിൽ കൊടിനാട്ടി പ്രതിഷേധിച്ചത്. ബി.ജെ.പി. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രാജൻ പഴവൂർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം സതീഷ് വെങ്ങിലശ്ശേരി, ടി.ആർ. വിജയൻ, പി. വിശാഖ, കെ. ശിവൻ, കെ. വേണു തുടങ്ങിയവർ നേതൃത്വം നൽകി. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ INTUC ചേലക്കര ബ്ലോക്കിന്റെ വാർഷിക പൊതുയോഗം നടന്നു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് നാരായണൻ അധ്യക്ഷനായി. ശശികുമാർ, രമ, ശശി മായന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി മങ്ങാട് തോട്ടുപാലത്ത് 2 മാസത്തിലധികമായി ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. എരുമപ്പെട്ടി, കടങ്ങോട്, വേലൂർ, വരവൂർ പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന കടങ്ങോട് ശുദ്ധജല വിതരണ പദ്ധതിയുടെ പൈപ്പാണ് പൊട്ടിയത്. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന ഈ പഞ്ചായത്തുകളിൽ പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. കുടിവെള്ളക്ഷാമം നേരിടാൻ വിവിധ പദ്ധതികൾ നടപ്പിലാക്കാൻ പഞ്ചായത്തുകൾ നെട്ടോട്ടം മൂടുമ്പോഴാണ് അധികൃതരുടെ അനാസ്ഥ മൂലം കുടിവെള്ളം പാഴാകുന്നത്. മുൻകാല CPI നേതാവായിരുന്ന VK വാസുവിന്റെ 10ാം ചരമവാർഷിക ദിനാചരണവും അനുസ്മരണ സമ്മേളനവും നടന്നു. CPI അന്തിക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം കോക്കാൻമുക്ക് സെന്ററിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് K. രാജൻ MLA അനുസ്മരണ പ്രഭാഷണം നടത്തി. ലോക്കൽ സെക്രട്ടറി CK കൃഷ്ണകുമാർ അധ്യക്ഷനായി. ഗീതാഗോപി MLA, KM ജയദേവൻ, KV വിനോദൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ആരോഗ്യ പ്രവർത്തകർക്കും അംഗൻവാടി അധ്യാപകർക്കും വേണ്ടി മാതൃശിശു സംരക്ഷണ പരിപാടിയുടെ ഭാഗമായി ബോധവൽക്കരണ സെമിനാർ നടത്തി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ A. മിനി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ GS ജയദേവൻ അധ്യക്ഷനായി. മുല്ലശ്ശേരി പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് സൂപ്പർവൈസർ ജാൻസി M. ജോർജ്, ഹെൽത്ത് ഇൻസ്പെക്ടർ CV അജയ്കുമാർ, PA സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂൾ 56ാം വാർഷികാഘോഷങ്ങളും യാത്രയപ്പ് സമ്മേളനവും UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. പത്മജ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. സുലൈമാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ T. സുമിത്ര, MR ജയകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപികയായ PK പുഷ്പവല്ലിക്കും യാത്രയപ്പ് നൽകി. വിദ്യാർത്ഥികളുടെ കുട്ടിപ്പുസ്തകം പ്രകാശനം ചെയ്തു. ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. തീർത്ഥാടനത്തിന്റെ ഭാഗമായി 25ഓളം വരുന്ന സേലം ഭക്തർ ഇക്കലവും ആറാട്ടുപുഴ ക്ഷേത്രത്തിന്റെ വിളക്കുകളും മറ്റും മിനുക്കി. വിവിധതരം വിളക്കുകൾ, കൈപ്പന്തത്തിന്റെ നാഴികൾ, ദീപസ്തംഭങ്ങൾ, കലശക്കുടങ്ങൾ, കൂത്തുവിളക്കുകൾ, പറകൾ, ആലില വിളക്ക്, ക്ഷേത്ര സോപാനം, ബലിക്കല്ലുകൾ, നമസ്കാര മണ്ഡപത്തിലെ തൂണുകൾ, പിച്ചള പൊതിഞ്ഞ വിളക്കുമാടം, ഓട്ടുചിരാതുകൾ, ഗോപുരത്തിലെ തൂണുകൾ, ചുറ്റമ്പല വാതിലുകൾ തുടങ്ങിയവയാണ് സംഘം വൃത്തിയാക്കിയത്. സേലം സ്വദേശിയായ പാർത്ഥസാരഥിയുടെ നേതൃത്വത്തിലാണ് 2 ദിവസമായ ശുചീകരണ പ്രവർത്തികൾ നടത്തിയത്. എരുമപ്പെട്ടി സർക്കാർ LP സ്കൂളിലേക്ക് വീഡിയോ പ്രൊജക്ടർ സംഭാവനയായി നൽകി. സ്കൂളിലെ ഡിജിറ്റൽ ക്ലാസ് റൂമിനായി കരിയന്നൂർ പാമ്പ്ര അലിയാണ് ഉയർന്ന നിലവാരത്തിലുള്ള വീഡിയോ പ്രൊജക്ടർ സംഭാവനയായി നൽകിയത്. പ്രധാന അധ്യാപിക P. മധുപാലയ്ക്ക് പാമ്പ്ര അലി പ്രൊജക്ടർ കൈമാറി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന ശലമുൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ NK കബീർ അധ്യക്ഷനായി. TCV എരുമപ്പെട്ടി ബ്യൂറോ റിപ്പോർട്ടർ റഷീദ് എരുമപ്പെട്ടി, MPTA പ്രസിഡന്റ് ഷീബ രാജേഷ്, MM നിഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു. CPM അക്രമ രാഷ്ട്രീയം നടത്തുന്നുവെന്നാരോപിച്ച് കടങ്ങോട് തെക്കുമുറിയിൽ BJP പൊതുയോഗം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം PM ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മുരളി യാദൂർ അധ്യക്ഷനായി. മണ്ഡലം പ്രസിഡന്റ് രാജേഷ് E. ചന്ദ്രൻ, വിനോദ് കുമാർ, സുഭാഷ് ആദൂർ തുടങ്ങിയവർ സംസാരിച്ചു. മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU വനിതാ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. മുഴുവൻ മത്സ്യത്തൊഴിലാളികളെയും BPI ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക, വിലക്കയറ്റം തടയുക, സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. CITU ജില്ലാ പ്രസിഡന്റ് UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഷീല രാജ്കുമാർ അധ്യക്ഷയായി. KV അബ്ദുൽ ഖാദർ MLA, NK അക്ബർ, റീന കരുണൻ തുടങ്ങിയവർ സംസാരിച്ചു. കാറളം അഗ്രോ പ്രോസസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റി സെക്രട്ടറിയെ അംഗങ്ങൾ ഉപരോധിച്ചു. സെക്രട്ടറി അഴിമതി നടത്തുന്നുവെന്ന് ആരോപിച്ചാണ് ഉപരോധ സമരം നടത്തിയത്. 1,50,000-ലധികം രൂപ ചെലവഴിച്ച് 1 വർഷം മുമ്പ് വാങ്ങിയ ടില്ലർ നിയമങ്ങൾ കാറ്റിൽ പറത്തി 62,500 രൂപയ്ക്ക് വിൽപ്പന നടത്തുകയായിരുന്നുവെന്ന് അംഗങ്ങൾ പറഞ്ഞു.
സംഭവത്തിൽ പരാതി നൽകിയതിനെ തുടർന്ന് കാട്ടൂർ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സെക്രട്ടറിയെ അന്വേഷണ സമയത്ത് ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തുവാനും വിഷയം ചർച്ച ചെയ്യാൻ അടിയന്തര ഭരണസമിതി യോഗം ചേരുവാനും തീരുമാനിച്ചു. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് സ്കൂൾ 100ന്റെ നിറവിലേക്ക്. ശതാബ്ദി ആഘോഷങ്ങൾക്ക് ചൊവ്വാഴ്ച തുടക്കമാകും. ബ്രിട്ടീഷ് സർക്കാരിന്റെ അവഗണനയിൽ അക്ഷരങ്ങൾ അന്യമായിരുന്ന കയ്പമംഗലത്തിന്റെ കടൽ തീരത്ത് 1918 ആരംഭിച്ച സ്കൂളാണ് ഇന്ന് കയ്പമംഗലം ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളായി തല ഉയർത്തി നിൽക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനായി അന്നത്തെ മദ്രാസ് ഗവൺമെന്റ് ആരംഭിച്ച ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന റാവു ബഹദൂർ വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ എലിമെന്ററി സ്കൂളായാണ് സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയത്. അന്നത്തെ എഴുത്താണിക്കുന്നിൽ എഴുത്തുപള്ളിക്കൂടം പ്രവർത്തകനായിരുന്ന അയ്യപ്പൻ കുഞ്ഞി സംഭാവനയായി നൽകിയ സ്ഥലത്തായിരുന്നു സ്കൂളിന്റെ ആരംഭം. എന്നാൽ മത്സ്യത്തൊഴിലാളികളെ മുന്നിൽ കണ്ടു തുടങ്ങിയ സ്കൂളിൽ അവരുടെ കുട്ടികളെ എത്തിക്കുക എന്നത് ഭഗീരഥ പ്രയത്നമായി അവശേഷിച്ചു. അധ്യാപകരുടെ കഠിന പ്രയത്നത്തിനൊടുവിലാണ് കുട്ടികൾ വർദ്ധിച്ചു തുടങ്ങിയത്. എങ്കിലും ഉയർന്ന വിദ്യാഭ്യാസത്തിന് കാത്തുനിൽക്കാതെ 15 വയസ്സാകുമ്പോഴേക്കും കുട്ടികൾ പാരമ്പര്യ തൊഴിലായ മീൻപിടുത്തത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു. എങ്കിലും 1921 സ്കൂളിൽ 8 വരെ ക്ലാസുകളുണ്ടാക്കി ഹയർ എലിമെന്ററി സ്കൂളായി ഉയർത്തി. 1960 സ്കൂളിന് സമീപത്ത് വെച്ച് നടന്ന ധീവരസഭയുടെ പ്രഥമ സമ്മേളനത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയും 5 മന്ത്രിമാരും പങ്കെടുത്തു. സമ്മേളനത്തിൽ വന്ന ചർച്ചയുടെ കൂടി ഭാഗമായാണ് 1962 ഫിഷറീസ് വിഭാഗം കൂടി ഉൾപ്പെടുത്തിയ ഹൈസ്കൂളായി ഗവൺമെന്റ് ഫിഷറീസ് സ്കൂൾ മാറിയത്. 1991 സ്കൂളിൽ VHSC അനുവദിച്ചു. അക്വാകൾച്ചർ, ഫിഷ് പ്രോസസിംഗ് തുടങ്ങിയവയാണ് വൊക്കേഷണൽ വിഭാഗത്തിൽ ആദ്യം അനുവദിച്ചത്. 2000 സ്കൂളിനെ ഹയർ സെക്കൻഡറിയായി അപ്ഗ്രേഡ് ചെയ്തത്. പക്ഷേ സ്ഥലപരിമിതി മൂലം ആ വർഷം +2 ആരംഭിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് TN പ്രതാപൻ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് തുക അനുവദിച്ച് കെട്ടിടം പണി പൂർത്തിയാക്കി. 2004 +2 തുടക്കം കുറിച്ചു. സ്കൂളിന്റെ 1 വർഷം നീണ്ടുനിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾ ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3 നടക്കുന്ന ചടങ്ങിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. TCV ന്യൂസ്, കയ്പമംഗലം. തിരുമുക്കളം ശ്രീദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ ഉപദേശക സമിതിയുടെയും അഖില ഭാരത നാരായണീയ പ്രചാരണ സഭയുടെയും സഹകരണത്തോടെ ശ്രീമദ് നാരായണീയ ത്രയാഹ സത്രം നടത്തുന്നു. ഈ മാസം 25-ന് തുടങ്ങുന്ന സത്രത്തിന് ഗുരുവായൂർ മുൻ മേൽശാന്തി മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. സത്രത്തിലേക്കുള്ള കൊടിമര ഘോഷയാത്ര 24-ന് ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കും. തുടർന്ന് കൊടിയേറ്റ ചടങ്ങുകളും തുടങ്ങും. ഭാരവാഹികളായ ജയശ്രീ ശിവരാമൻ, ശോഭന നിതിൻ, ആർ വേണുഗോപാൽ നായർ, പി നാരായണൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ സെന്റ് ആന്റണീസ് പള്ളിയുടെ കപ്പേളയിൽ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ മരണ തിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് ഫാദർ സനോജ് ഇറങ്ങാശ്ശേരി മുഖ്യ കാർമ്മികനായി. തുടർന്ന് കപ്പേളയിലേക്ക് പ്രദക്ഷിണവും ഉണ്ടായി. വികാരി ഫാദർ ജോസ് പിലിക്കോട്ടിൽ നേർച്ച ഭക്ഷണം ആശീർവദിച്ചു. നെല്ലായിൽ റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിൽ ചരക്ക് ലോറിയിടിച്ച് മധ്യവയസ്കന് പരിക്കേറ്റു. നന്ദിക്കര സ്വദേശി പൂയത്ത് വീട്ടിൽ വിദ്യാധരനാണ് പരിക്കേറ്റത്. നെല്ലായി നോർത്ത് ജംഗ്ഷന് സമീപം ലിങ്ക് റോഡിലാണ് അപകടം. തലയ്ക്ക് പരിക്കേറ്റ വിദ്യാധരനെ നെല്ലായി ജീവൻ രക്ഷാവേദി പ്രവർത്തകർ ഉടനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരം വഴിയോര കച്ചവടക്കാരുൾപ്പെടെയുള്ളവർ കയ്യേറി. നഗരത്തിൽ നിന്ന് ഏറെ മാറിയുള്ള ഈ പോസ്റ്റ് ഓഫീസിലേക്ക് എത്തുന്നവർക്ക് ബൈക്ക് പോലും നിർത്തിയിടാൻ ഇവിടെ ഇടമില്ല. വഴിയോര കച്ചവടക്കാരും പരിസരത്തെ കടകളിലുള്ളവരും മറ്റും റോഡരികിൽ വാഹനം പാർക്ക് ചെയ്യുന്നതിനാൽ പ്രദേശത്ത് വൻ തിരക്കാണ്. നഗരസഭാ കൌൺസിലർമാരുടെയും ചില പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുടെയും ഒത്താശയോടെയാണ് ഇത്തരം അനധികൃത കയ്യേറ്റം നടക്കുന്നതെന്നും ആക്ഷേപം ഉണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കടപ്പുറം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ SDPI നിരാഹാര സമരം നടത്തി. പൊതുകിണറുകൾ സംരക്ഷിക്കുക, അമിത ജലചൂഷണം നടത്തുന്ന ഐസ് ഫാക്ടറികൾ അടച്ചുപൂട്ടുക, കറകമാട് ശുദ്ധജല പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. SDPI സംസ്ഥാന സെക്രട്ടറി PK ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KH ഷാജഹാൻ അധ്യക്ഷനായി. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലെത്തി 10 മാസം കഴിഞ്ഞിട്ടും മദ്യനയം വ്യക്തമാക്കാത്ത നിലപാട് ദുരൂഹമാണെന്ന് ജില്ലാ ടോഡി ആൻഡ് അബ്കാരി മസ്ദൂർ സംഘം വാർഷിക സമ്മേളനം കുറ്റപ്പെടുത്തി. കൊടുങ്ങല്ലൂരിൽ നടന്ന സമ്മേളനം സംസ്ഥാന സെക്രട്ടറി PS ശശി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് K മോഹൻദാസ് അധ്യക്ഷനായി. BMS ജില്ലാ സെക്രട്ടറി MK ഉണ്ണികൃഷ്ണൻ, AC കൃഷ്ണൻ, TC സേതുമാധവൻ തുടങ്ങിയവർ സംസാരിച്ചു.
എടക്കഴിയൂർ തെക്കേ മദ്രസയ്ക്ക് പടിഞ്ഞാറ് നിർമ്മിച്ച കാനയിൽ പ്രദേശത്തുള്ള കടകളിലെ മാലിന്യം തള്ളുന്നതായി പരാതി. ദുർഗന്ധം വമിക്കുന്നതുമൂലം ജനജീവിതം ദുസ്സഹമായി. മാലിന്യം നിറഞ്ഞ് കാനകൾ മൂടിക്കിടക്കുകയാണ്. മഴ പെയ്താൽ സ്ഥിതി കൂടുതൽ രൂക്ഷമാകുമെന്നും നാട്ടുകാർ പറയുന്നു. പരാതിയെ തുടർന്ന് പുനയൂർ ഹെൽത്ത് ഇൻസ്പെക്ടർ PR രഞ്ജിത് കുമാർ സ്ഥലം സന്ദർശിച്ചു. മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു. ഇരിങ്ങാലക്കുട നഗരസഭ 18-ാം വാർഡിൽ അറവുശാലയ്ക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഏകദേശം 30 മീറ്റർ ഉയരത്തിൽ ഒറ്റ രാത്രി കൊണ്ട് മൊബൈൽ ടവർ ഉയർന്നു. സമീപവാസികൾ പ്രക്ഷോഭത്തിനിറങ്ങിയതോടെ ടവർ നിർമ്മാണത്തിന് നൽകിയ അനുമതി നഗരസഭ അധികൃതർ പിൻവലിച്ചു. 2 ക്രെയിനുകളുടെ സഹായത്തോടെയാണ് മൊബൈൽ ടവർ നിലത്തിറക്കിയത്. മൊബൈൽ ടവർ നിലത്തിറക്കിയതോടെ സമീപവാസികൾ പടക്കം പൊട്ടിക്കുകയും പ്രക്ഷോഭത്തിന് സഹായിച്ചവർക്ക് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ഇത് കൂട്ടായ്മയുടെ വിജയമാണെന്ന് പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ മുൻ നഗരസഭാ കൌൺസിലർ ബെന്നി വിൽസന്റ്, സമീപവാസികളായ റീത്ത സെബാസ്റ്റ്യൻ, ജോജി കിഴക്കേപീടിക തുടങ്ങിയവർ പറഞ്ഞു. സർവശിക്ഷ അഭിയാന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ബാലോത്സവത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കൊടാലി GLP സ്കൂളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം CG സിനി ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോഹനൻ ചള്ളിയിൽ അധ്യക്ഷനായി. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന നന്ദകുമാർ, SSA ജില്ലാ പ്രൊജക്ട് ഓഫീസർ ഡോക്ടർ NJ ബിനോയ്, പ്രധാനാധ്യാപകൻ ജോസ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ വിദ്യാലയങ്ങളുടെ മികവ് ഉത്സവവും സെമിനാറും പെരുവല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. മുരളി പെരുന്നെല്ലി MLA മികവ് ഉത്സവം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AK ഹുസൈൻ അധ്യക്ഷനായി. ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ K രണദിവ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ P മണികണ്ഠലാൽ, പ്രധാന അധ്യാപകൻ CT ജാൻസി, ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പൊതുവിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ച് സെമിനാറും ഉണ്ടായി. ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പലൂരിൽ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നേരെ കയ്യേറ്റം. വില്ലേജ് ഓഫീസർ ജോയ് മാത്യു, ഫീൽഡ് അസിസ്റ്റന്റ് ഷാബി മോൻ എന്നിവർക്കെതിരെയാണ് കാറിലെത്തിയ സംഘം കയ്യേറ്റം ചെയ്തത്. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ഓടെ വാഴൂർ ബീച്ച് റോഡിലായിരുന്നു സംഭവം. റവന്യൂ റിക്കവറി കളക്ഷൻ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഉദ്യോഗസ്ഥരെ ഇന്നോവ കാറിലെത്തിയ സംഘം തടഞ്ഞു നിർത്തി അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയുമായിരുന്നു. നാട്ടുകാർ എത്തും മുമ്പേ കാറിലെത്തിയവർ രക്ഷപ്പെട്ടു. കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. ഇൻഡോർ ജമ്പിംഗ് സൗകര്യമുള്ള ഇന്ത്യയിൽ ആദ്യത്തെ കോളേജായി ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് മാറിയതായി അധികൃതർ അറിയിച്ചു. വജ്രജൂബിലി ആഘോഷിക്കുന്ന ക്രൈസ്റ്റ് കോളേജ് വളർന്നുവരുന്ന കായിക താരങ്ങൾക്കായി മഴക്കാലത്തും വേനൽക്കാലത്തും പരിശീലനം നടത്തുവാൻ കഴിയുന്ന വിധത്തിൽ 11 ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് ഇൻഡോർ ജമ്പിംഗ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ജമ്പിംഗ് പിറ്റിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച വൈകിട്ട് 4:30-ന് സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് TP ദാസ് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ബൈക്കിൽ കറങ്ങി നടന്ന സ്ത്രീകളെ ശല്യം ചെയ്തിരുന്ന യുവാവിനെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. അഷ്ടമിച്ചിറ അണ്ണല്ലൂർ ചൊവ്വാട്ട് വീട്ടിൽ രമേഷിനെയാണ് കൊടകര SI KS സുബീഷ് മോന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ആളൂർ BLM പരിസരത്ത് വെച്ച് ഇയാൾ 100ഓളം സ്ത്രീകളെ ശാരീരികമായി ഉപദ്രവിച്ചതായി പരാതിയുണ്ട്. ബൈക്കിൽ സാവധാനം സഞ്ചരിച്ചിരിക്കുന്ന ഇയാൾ വഴിയാത്രക്കാരികളായ സ്ത്രീകളുടെ അടുത്തെത്തുമ്പോൾ അവരെ കയറിപ്പിടിച്ച ശേഷം പെട്ടെന്ന് ബൈക്കിൽ രക്ഷപ്പെടുകയാണ് പതിവ്. 92 പേർ കൊടകര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. നാട്ടുകാർ നൽകിയ ബൈക്കിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അണ്ണല്ലൂരിലെ വീട്ടുപരിസരത്തു നിന്ന് യുവാവിനെ പിടികൂടിയത്. പെരിഞ്ഞനത്ത് 3-ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ ബന്ധുവായ യുവാവിനെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിഞ്ഞനം സ്വദേശി തുരുത്തിവീട്ടിൽ കണ്ണനെയാണ് കൊടുങ്ങല്ലൂർ CI PC ബിജുകുമാറും സംഘവും അറസ്റ്റ് ചെയ്തത്. കുട്ടിയെ ബന്ധുവിന്റെ വീട്ടിലാക്കിയ ശേഷം അമ്മ പുറത്തുപോയ സമയത്തായിരുന്നു പീഡനം. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ പലതവണ പീഡനം നടന്നു. ക്ലാസ്സിൽ കുട്ടി വിഷമിച്ചിരിക്കുന്നത് കണ്ട് അധ്യാപികമാർ ചോദിച്ചപ്പോഴാണ് പീഡന വിവരം അറിഞ്ഞത്. തുടർന്ന് കുട്ടിയുടെ അമ്മയെ വിളിച്ചു വരുത്തിയ ശേഷം ചൈൽഡ് ലൈനിൽ അറിയിക്കുകയും ചൈൽഡ് ലൈൻ പ്രവർത്തകർ വഴി മതിലകം പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ ബന്ധുവീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. പോക്സോ ആക്ട് പ്രകാരമാണ് കണ്ണനെതിരെ കേസെടുത്തിരിക്കുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. മഴ കരിഞ്ഞതോടെ പശ്ചിമഘട്ട മലനിരകൾക്ക് കാട്ടുതീയുടെ ഭീഷണിയിൽ നിന്ന് താൽക്കാലിക മോചനം. നാട്ടിൽ 1-2 തവണ മഴ പെയ്തപ്പോൾ അതിരപ്പള്ളിയിലും മറ്റും അങ്ങനെയായിരുന്നില്ല. പല ദിവസങ്ങളിലും ഇവിടെ മഴ തിമിർത്തു. മലക്കപ്പാറ, ഷോളയാർ എന്നിവിടങ്ങളിലായിരുന്നു കനത്ത മഴ. കഴിഞ്ഞ ദിവസവും ഈ പ്രദേശത്ത് സാമാന്യം ശക്തമായ മഴ ലഭിച്ചു. മലക്കപ്പാറയിലെ ഉയർന്ന പാറക്കെട്ടുകളിൽ നിന്ന് നീർച്ചാലുകൾ പ്രവഹിച്ചു തുടങ്ങിയത് കുളിരുള്ള കാഴ്ചയായി. വരണ്ടുകിടന്ന കാട്ടിൽ വെള്ളം എത്തിയതോടെ പച്ചപ്പും പ്രകടമായി. ഇപ്പോൾ വാഴച്ചാൽ മുതൽ കിഴക്കോട്ടുള്ള ഭാഗങ്ങളിൽ എല്ലാ സമയവും തണുത്ത കാറ്റും വീശുന്നു. മലക്കപ്പാറയിലാണ് കുളിർക്കാറ്റ് ശക്തം. കാടും മരങ്ങളും വീണ്ടും തളിർത്തതോടെ കാട്ടുതീക്ക് താൽക്കാലിക അറുതിയായെന്നും വനപാലകർ പറഞ്ഞു. ഇതോടെ വന്യമൃഗങ്ങളും വെള്ളം തേടിയുള്ള താഴോട്ടുള്ള വരവിനും കുറവുണ്ടായി. ഇതുകൊണ്ട് തന്നെ ഇത്രയും നാൾ റോഡരികിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന ആനകളുടെ എണ്ണത്തിനും കുറവുണ്ട്. ഇനിയും മഴയുണ്ടാകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ.
നഗരസഭ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷിയുള്ളവർക്ക് സൗജന്യമായി സ്കൂട്ടർ വിതരണം ചെയ്തു. 6 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് 9 ഗുണഭോക്താക്കൾക്കാണ് സ്കൂട്ടർ നൽകിയത്. KV അബ്ദുൽ ഖാദർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാധ്യക്ഷൻ NK അക്ബർ അധ്യക്ഷനായി. ഉപാധ്യക്ഷ മഞ്ജുഷ സുരേഷ്, സ്ഥിരസമിതി അധ്യക്ഷരായ AC ആനന്ദൻ, MB രാജലക്ഷ്മി, AA മഹേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ദി ഹോപ്പ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ചാരിറ്റി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ചൊവ്വാഴ്ച കിഡ്നി രോഗി പ്രത്യാശ സംഗമം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ അറിയിച്ചു. കൊടകരയിലെ ഇമ്മാനുവൽ കൃപ അഗതി മന്ദിരത്തിൽ വൈകിട്ട് 5-ന് നടക്കുന്ന സംഗമത്തിൽ കൊടകര ഫൊറോന വികാരി ഫാദർ ഡോക്ടർ ജോൺസൺ G ആലപ്പാട്ട് മുഖ്യപ്രഭാഷണം നടത്തും. കിഡ്നി ഫെഡറേഷൻ ഡയറക്ടർ അഡ്വക്കേറ്റ് AD ബെന്നി, നടൻ സ്ഫടികം ജോർജ്, കിഡ്നി ദാനം ചെയ്ത ഫാദർ ഡോക്ടർ വർഗീസ് പെരേപ്പാടൻ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ ദി ഹോപ്പ് രക്ഷാധികാരി ഫാദർ ഡോക്ടർ ജോൺസൺ G ആലപ്പാട്ട്, പ്രസിഡന്റ് ബെർലി സെബാസ്റ്റ്യൻ, സെക്രട്ടറി സന്തോഷ് പല്ലിശ്ശേരി, ട്രഷറർ ബിജു തൃശൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ഡാണാവിൽ നിന്ന് ആരംഭിക്കുന്ന കോളനി റോഡ് ടാർ ചെയ്തത് മണിക്കൂറുകൾക്കകം പൊളിച്ചു നീക്കി. പരിശോധനയിൽ ഉദ്യോഗസ്ഥർ അപാകത കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. തിങ്കളാഴ്ച രാവിലെ ടാർ ചെയ്ത ഭാഗത്തിനെക്കുറിച്ച് പരാതി ലഭിച്ചതിനെ തുടർന്ന് മുനിസിപ്പൽ എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സംഭവസ്ഥലം പരിശോധിക്കുകയും അപാകത കണ്ടെത്തുകയുമായിരുന്നു. ഇതിനെ തുടർന്ന് ഈ ഭാഗം പൊളിച്ചു നീക്കുവാൻ കോൺട്രാക്ടറോട് ആവശ്യപ്പെടുകയും ചെയ്തു. നിലവാര തകർച്ചയാണോ മറ്റ് സാങ്കേതിക തകരാറുകളാണോ ടാർ ഇളകിയതിന് പുറകിലെന്ന് അന്വേഷണത്തിലൂടെ മാത്രമേ അറിയാനാകുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. എടത്തിരുത്തി പഞ്ചായത്ത് തല വിദ്യാഭ്യാസ സമിതി രൂപീകരണ യോഗം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷനായി. മതിലകം BRC BPO TS സജീവൻ പദ്ധതി വിശദീകരണം നടത്തി. വൈസ് പ്രസിഡന്റ് AV സതീഷ്, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ രഞ്ജിനി സത്യൻ, ഗീത മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. അന്തിക്കാട് വടക്കേക്കര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് ഉണ്ണികൃഷ്ണ നമ്പൂതിരി കൊടിയേറ്റി. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, പഴങ്ങാപ്പറമ്പ് നന്ദൻ നമ്പൂതിരി, അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM കിഷോർ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ ബജറ്റ് അവതരിപ്പിച്ചു. 11,78,66,900 രൂപ വരവും 10,13,05,800 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് സായിദ മുത്തുക്കോയ തങ്ങൾ അവതരിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK സച്ചിത്ത് അധ്യക്ഷനായി. ദേശീയത എന്ന പദമുയർത്തി മതേതര ഇടങ്ങളെ വിഭജിക്കുവാനാണ് ഹിന്ദുത്വവാദികൾ ശ്രമിക്കുന്നതെന്ന് കവി ഗോപികൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. വെളിച്ചം സാംസ്കാരിക വേദി ചേർപ്പിൽ സംഘടിപ്പിച്ച ദേശീയത, ചരിത്രവും വർത്തമാനവും എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെളിച്ചം വേദി പ്രസിഡന്റ് ജോൺസൺ ചിറമ്മൽ അധ്യക്ഷനായി. PJ ബേബി, TO വർഗീസ്, AM സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെയും അന്തിമഹാകാളങ്കാവ് വേല കോർഡിനേഷൻ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ വെടിക്കെട്ട് വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചു. ചേലക്കര, അന്തിമഹാകാളങ്കാവ് വേല ഉൾപ്പെടെ കേരളത്തിലെ വെടിക്കെട്ട് അനിശ്ചിതത്വത്തിലായതിൽ പ്രതിഷേധിച്ചായിരുന്നു യോഗം. ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന ജനറൽ സെക്രട്ടറി വത്സൻ ചമ്പക്കര പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. വേല കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ രാജേഷ് നമ്പിയാത്ത് അധ്യക്ഷനായി. ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന ചീഫ് കോർഡിനേറ്ററും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറിയുമായ പ്രൊഫസർ M മാധവൻകുട്ടി വിഷയാവതരണം നടത്തി. BJP ജില്ലാ പ്രസിഡന്റ് A നാഗേഷ്, DCC ജനറൽ സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ E വേണുഗോപാല മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു. കല്ലൂർ കോട്ടായിൽ വയോധികയെ വീടിനുള്ളിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടായിൽ കുന്നത്ത് വേലായുധൻ ഭാര്യ 76 വയസ്സുള്ള ജാനകിയാണ് മരിച്ചത്. വടക്കേക്കാട് പുന്നയൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആലാംപാലം അണ്ടിക്കോട്ട് കടവ് റോഡ് ചൊവ്വാഴ്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ ഉദ്ഘാടനം ചെയ്യും. 47 ലക്ഷം രൂപ ചെലവിൽ ജില്ലാ പഞ്ചായത്താണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. സാമൂഹിക വനവൽക്കരണത്തിന്റെ ഭാഗമായി ചാവക്കാട് ബീച്ച് മുതൽ എടക്കഴിയൂർ വരെയുള്ള കടൽ തീരത്ത് വെച്ചുപിടിപ്പിച്ച മരങ്ങൾ വ്യാപകമായി മുറിച്ചു കടത്തുന്നതായി പരാതി. പകൽ സമയങ്ങളിൽ വലിയ മരങ്ങൾ വെട്ടിവീഴ്ത്തി രാത്രിയിൽ കടത്തിക്കൊണ്ടു പോവുകയാണെന്ന് പറയുന്നു. സാമൂഹിക വനവകുപ്പിന്റെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ടാണ് കടൽ തീരത്ത് ജൈവ വേലിയായി കാറ്റാടി മരങ്ങൾ വെച്ചുപിടിപ്പിക്കുവാൻ ആരംഭിച്ചത്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കാറ്റാടി മരങ്ങളാണ് മുറിച്ചു കടത്തുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. മരങ്ങൾ മുറിച്ചു മാറ്റുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായി. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് നൽകിയിരുന്ന പിന്തുണ പിൻവലിക്കുവാൻ UDF തീരുമാനിച്ചു.
CPM വിട്ട KV സുജിത് ലാൽ പ്രസിഡന്റ് സ്ഥാനത്തെത്തിയത് UDF പിന്തുണയോടെയാണ്. കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ എതിർപ്പിനെ മറികടന്നാണ് സുജിത് ലാലിനെ പ്രസിഡന്റ് സ്ഥാനത്ത് എത്തിച്ചത്. ഇതിനെതിരെ ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു. ഇപ്പോൾ DCC പ്രസിഡന്റ് TN പ്രതാപന്റെ നിർദ്ദേശപ്രകാരമാണ് പിന്തുണ പിൻവലിക്കുവാൻ തീരുമാനമായത്. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുവെന്ന കാരണം ചൂണ്ടിക്കാണിച്ചാണ് DCC ജനറൽ സെക്രട്ടറി TM നാസറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഇത്തരത്തിൽ തീരുമാനമെടുത്തത്. പിന്തുണ പിൻവലിച്ച സാഹചര്യത്തിൽ പ്രസിഡന്റ് KV സുജിത് ലാൽ രാജിവെക്കണമെന്ന് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി യോഗം ആവശ്യപ്പെട്ടു. നിലവിൽ ഭൂരിപക്ഷമില്ലെങ്കിലും സുജിത് ലാലിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള നീക്കവും സജീവമായിട്ടുണ്ട്. ചരിത്രത്തിൽ ഏറ്റവും രൂക്ഷമായ വരൾച്ച നേരിടുന്ന ചിമ്മിനി ഡാമിൽ അവശേഷിക്കുന്നത് 15 ദിവസത്തേക്കുള്ള വെള്ളം. ഡാമിന്റെ ഡിസ്പെർഷൻ വാൽവിന്റെ പകുതിയോളം ജലനിരപ്പ് എത്തിയ നിലയിലാണ്. വാൽവിലേക്ക് മാലിന്യങ്ങൾ കടക്കാതിരിക്കാൻ സ്ഥാപിച്ചിട്ടുള്ള വല പുറത്ത് കാണുന്ന നിലയിലാണ്. ഇപ്പോൾ 3 mm³ വെള്ളം മാത്രമേ പുറത്തേക്ക് ഒഴുക്കുവാൻ കഴിയുന്നുള്ളൂ. നമ്മുടെ സംസ്ഥാനത്തിന്റെ മാത്രം പ്രത്യേകതയുള്ള കാർഷിക വിഭവങ്ങളെ കണ്ടെത്തി അവയുടെ വിപണനം അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ കൃഷിക്കാർക്ക് സൗകര്യമുണ്ടാക്കി കൊടുക്കണമെന്നുള്ള വേണ്ട പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ പറഞ്ഞു. ചങ്ങാലിക്കോടൻ ബനാന ഗ്രോവേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി നടന്ന കാർഷിക പ്രദർശനവും സെമിനാറും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന ശലമോൻ അധ്യക്ഷയായി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ MD തിലകൻ, ജില്ലാ പഞ്ചായത്ത് അംഗം കല്യാണി S നായർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പാമ്പാടി നെഹ്റു കോളേജ് ചെയർമാൻ P കൃഷ്ണദാസ് ഉൾപ്പെടെ 5 പേരെ റൂറൽ SP വിജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തു. ലക്കിടി കോളേജിലെ വിദ്യാർത്ഥിയെ മർദ്ദിച്ച കേസിലാണ് നടപടി. കൃഷ്ണദാസിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ചൊവ്വാഴ്ച പരിഗണിക്കും. ലക്കിടി ലോ കോളേജ് വിദ്യാർത്ഥി ഷഹീർ ഷൌക്കത്ത് അലി നേരിടേണ്ടി വന്നത് ജിഷ്ണു അനുഭവിച്ചതിന് സമാനമായ ക്രൂരപീഡനങ്ങൾ. കോളേജിനെതിരെ പരാതിപ്പെട്ടാൽ റാഗിംഗ് കേസിൽ ഉൾപ്പെടുത്തി ജയിലിലടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി ഷഹീർ ഷൌക്കത്ത് അലി. സംസ്ഥാനത്ത് ഈ വർഷം പവർ കട്ടുണ്ടാകില്ലെന്ന് വൈദ്യുതി മന്ത്രി MM മണി. കേരളത്തിൽ മുടങ്ങിക്കിടക്കുന്ന വൈദ്യുതി പദ്ധതികൾ പുനരാരംഭിക്കുന്നതിന് മുൻഗണന നൽകുമെന്ന് മന്ത്രി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.